മാമ കയറിന്റെ അടുത്ത് പോയി പിടിക്കും മാമ. മോന്റെ പുതിയ കമ്മല് കാണിച്ചു. ഉന്റെ മോന് മേടിച്ചെന്നെ കമ്മല്. ഞങ്ങള് ഫിഷിലടിക്കാം ഇവിടെ നിങ്ങൾ ഇറങ്ങാൻ നേരത്തെ. അപ്പോച്ചേ അപ്പൊ നമ്മുടെ സ്വാഗതം. സ്വാഗതം പറയച്ചു. സ്വാഗതം പറ. ചേച്ചി എന്ത് പറ്റിച്ച് നമ്മൾ പറ്റിച്ച ആമീനെ. ഇത് ആശാൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഒരു കിണറി ഇറങ്ങാൻ പോകാം കേട്ടോ. മാമനാശാൻ. ഇത് രണ്ടാമത്തെ അസിസ്റ്റന്റ്. എന്റെ കിണറ് ആശാനങ്ങ് ഭരണമാണല്ലോ. ആശാനെ മാറ്റണം തോന്നല്ലോ. വെയിലത്തിറങ്ങാതെ എങ്ങനെ വ്ളോഗ് എടുക്കാന്നുള്ള ഇതിലാണ് ഞാൻ. മോട്ടർ നമ്മൾ ഇറക്കാൻ പോവാട്ടോ. അതിനിപ്പോൾ എല്ലാം പൈപ്പെല്ലാം കണക്ട് ചെയ്ത് കെട്ടുവാണേ. വെള്ളം കറക്റ്റ് എൻ്റെ പൊക്കത്തിൽ വെള്ളമുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ പൊക്കം നമ്മൾ അളന്ന് നോക്കി കേട്ടോ. അതായത് കല്ല് കെട്ടി കയറ് വെച്ച് നമ്മൾ ഇറക്കി നോക്കിയിട്ട് കറക്റ്റ് അളന്ന് നോക്കിയപ്പോൾ എൻ്റെ ഹൈറ്റ് കേട്ടോ. എൻ്റെ ഹൈറ്റിന് മുകളിലുണ്ട് വെള്ളം. അപ്പോൾ ഇനി നമ്മൾ ഇറങ്ങാൻ പോവാണേ. ആദ്യമായിട്ടാണ് കിണറിൽ ഇറങ്ങാൻ പോകുന്നത്. എന്നതിൻ്റെ ഇതിൻ്റെയോ അത് ഞാൻ കെട്ടി ഇതേല് അല്ല അവിടെ അല്ലേ. നമ്മൾ വണ്ടിക്കകത്താണ് കേട്ടോ കെട്ടുന്നത്. ഇവിടെ ഹുക്കുണ്ട് നമുക്ക്. അപ്പോൾ അത് പൊറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വേസ്റ്റ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് നമുക്ക് വണ്ടി ഫ്രണ്ടിലോട്ട് ഇറക്കിയിടാം. കയറാണ് ഞാൻ. അത് ആ ഈ കെട്ടിട്ട് ഈ തുമ്പില്ലേ എപ്പോഴും ഇവിടെ തൊട്ടിയാ കെട്ടുമ്പോഴാണെങ്കിൽ അങ്ങനെ കേട്ടോ. ഒന്നുകൂടെ കെട്ടി കാണിക്കാവോ? അഴിക്കാനിക്കറിയില്ല. ആ ഇങ്ങനെ എങ്ങനെ നമ്മുടെ സാധാരണ കെട്ടുന്ന പോലെ ഞാൻ എടുത്തു. ഞാൻ അതോടെ കയറ്റിയല്ലേ ഞാൻ ഇട്ടല്ലോ. ഞാൻ ഇട്ടു. പക്ഷെ ഈ തുമ്പില്ലേ ഇവിടെ ഇടണം. എന്നിട്ട് നോക്കണം. ഓ നമുക്ക് ഊരി പോകത്തില്ല. രണ്ടും ഒരുപോലില്ലേ? അത് അതിനകത്തിരിക്കട്ടെ. നീ ഇറക്കുന്ന എടുക്കാം. ഇതിന്റെ കൂടെ ഞാൻ അകത്ത് പോകും. ഞാൻ പഠിക്കാം. അല്ല പണ്ട് ഞങ്ങള് മോട്ടർ പിടിക്കാനാണ് ഞാൻ ഞാൻ ഇറക്കാവേ. പ്രാർത്ഥിച്ചിറക്ക്. ഒരാളെ നിക്കത്തില്ല. നിൽക്കും അപ്പോ സറക്കും. പിന്നെ ഇതില് ജിമ്മിൽ ഇതിലും വലിയ ആൾക്കാരൊക്കെ നമ്മൾ ചെയ്യുന്നല്ലേ. അപ്പൊ എല്ലാരും ചോദിച്ചത് താഴോട്ട് വെക്കാറില്ല. എനിക്ക് പേടി. ഓ ആ കൊടുത്ത് തന്നെ ആ വയറും ഓസ് കറക്കി വിടണല്ലേ. ആ ഇനിയും പോണം. ഇനിയും പോകാനുണ്ടല്ലോ. ഇരുന്നോ? വണ്ടി അങ്ങനെ ഇനി അപ്പുറത്തെ പറമ്പിൽ പോണം തോന്നുന്നു. പോട്ടെ ഇനി സ്ഥലമില്ലെന്ന്. ഇത് ചെരിച്ചിട്. ഇച്ചിരി അയക്കാം. ഇച്ചിരി അയക്കാം. കുറച്ച് പുറകോട്ട് മതി. അമ്മച്ചേച്ചി എവിടെ പോയേ? ഈ ആന്റെ അടുത്ത് പോയില്ലേ? എവിടെ പോയി? യാങ്കൂട്ടന്റെ അടുത്ത് പോയി അമ്മച്ചേച്ചി. വെച്ചുമ്മ ഉണ്ടോ? ആണോ? കൊഴപ്പില്ല, സഹിച്ചോ. നമ്മുടെ വീട് എവിടെ വെക്കുന്നേ?
നമ്മുടെ വീട് എവിടെ വെക്കുന്ന വെച്ചു? അപ്പു കിണറ്റിനകത്ത് ഇറങ്ങി. കിണറ്റിനകത്ത് ഇറങ്ങി അപ്പൂച്ച. അമ്മ നോക്കിട്ട് വരട്ടെ മോനെ. ഇച്ചിക്കുട്ടാ, നമ്മുടെ വീട് എവിടെ വെക്കുന്നേ? വീടെന്ത് നമ്മുടെ? അപ്പൂനെ കാണണോ? അപ്പു ഇപ്പം വരുവേ. അപ്പു ഇത് കുത്താൻ പോയി കിണറ്. ആ അപ്പൂന്ന് വിളിച്ചേ. അപ്പൂച്ചേ, അമ്മലാലേന്ന് വിളിക്കേ. അച്ചാച്ചാന്ന് വിളിച്ചേ. നമ്മുടെ വണ്ടിയിൽ ഇവിടുന്ന് മാറ്റി അങ്ങോട്ട് വെച്ചു. അവിടെ വരെ വരത്തില്ല അല്ലേ? മാമന്റെ അവിടുത്തെ നാട്ടുമാങ്ങയാട്ടോ. മേളോട്ട് കഴുകി ഇറങ്ങും കേട്ടോ താഴോട്ട്. പാല് പിടിക്കാൻ തുടങ്ങിയ ഇതേ ഈ പരിഷ്കാരി. ഇതാരാ? ഇത്രയും പാറയാണോ കേട്ടോ നമ്മൾ ഇതിനകത്ത് പൊട്ടിച്ചെടുത്ത്. ആ മണ്ണ് ഇതെല്ലാം മൊത്തം ലെവലാക്കി ഇപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഇനിയിപ്പോൾ ലെവലാക്കണ്ട കേട്ടോ. അത്ര ഭാഗത്ത് അപ്പുറത്തെ വീട്ടുകാർ പണിതപ്പോൾ അവിടെ കട്ടയും ഇതെല്ലാം ഇറക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ പണി നടക്കട്ടെ. അതെല്ലാം മാറ്റി കഴിയുമ്പോൾ നമുക്ക് അവിടെ ലെവലാക്കണ്ട കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ഫ്രണ്ടെല്ലാം ലെവലാക്കി കേട്ടോ. കലക്കുള്ള ആയല്ലേ? നല്ല കലക്കിയതല്ലേ? ആര് നോക്കി നിക്കുവാ? മാമച്ചി, പിന്നെ ശശിമാമൻ, ചച്ചി, മാമച്ചി, പിന്നെ അമലാല്. ഇങ്ങനെ പറഞ്ഞായിരുന്നു അടിക്കുവന്നു. അടിയായിട്ട് അപ്പൂച്ചോടെ നിക്കുന്നേ. കളഞ്ഞു. അമ്മയുടെ മനമേ തീപ്പെട്ടിക്കോളേ പാറേ പള്ളി വേടിക്കട്ടെ. അമ്പട മനമേ തീപ്പെട്ടിക്കോളെ പാറേ പള്ളി വേടിക്കോട്ടെ. മുഞ്ചുവിന് ചങ്കടവോ ഉമ്മ തരാവോ? കുഞ്ഞാവ് പെസിവിച്ച് കിടപ്പുണ്ട്. ഇവര് കിടന്നോണ്ട് ഒരു കുഞ്ഞാവ് പാപ്പം കുടിക്കുന്നുണ്ടേ. കുഞ്ഞാവേ, കുഞ്ഞാവേ, ഇത്തിരി മാസമായി കുഞ്ഞാവേ. ഇവിടെ കല്ല കുഞ്ഞാവേ. ഓ കണ്ണൊക്കെ അടിച്ച് വലിയ സ്റ്റൈല് കാണിക്കുവാണേ. എങ്ങനെയാണ് കണ്ണടിച്ച് വലിയ സ്റ്റൈല് കാണിക്കുകയാണ്. നമുക്ക് താഴോട്ട് ഇറങ്ങാം കേട്ടോ. താഴെ ഇറങ്ങി കറക്റ്റ് ഉറവ് കാണിച്ചാ കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. മാമ കയറിന്റെ അടുത്ത് പോയി പിടിക്കും മാമ. അവിടെ ചെല്ലുമ്പോ ഈ സൈഡില്ലേ, ഞാൻ നിൽക്കുന്ന സൈഡിൽ കൊതയുണ്ട്, അതൊക്കെ ചവിട്ടി ഇറങ്ങാം. ഞാൻ സൂക്ഷിച്ച് തിരിച്ചിറങ്ങാൻ പറ്റുമോ? തിരിഞ്ഞിറങ്ങ്. പുറകിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലേ? രണ്ട് കൈയും പിടിച്ചിട്ട് ഒരു കൈ വേണ്ട, നിനക്ക് വശമുള്ള പോലെ ഇറങ്ങിക്കോ. അല്ല ഇങ്ങനെ ഞാനുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്.
നീ പേടി വരുന്ന മാമൻ പറഞ്ഞ ഏത് സൈഡിലായിരുന്നു മറ്റേ ആ സൈഡിൽ തന്നെ അല്ലേ? അവിടെ നേരെ ഞാനാണേ കേട്ടോ പോ. നേരെ താഴോട്ട് ഞാനാണ് കയറാൻ. അപ്പൊ ആ കൊത കാണാം. എന്നാടാ ശ്വാസം വിടാവോ നിനക്ക്? നീ അണയ്ക്കുന്നതാണോ? പേടിപ്പിക്കല്ലേ, എനിക്കുള്ള ജീവൻ നിങ്ങളെ പോകും. വിളിച്ചോണ്ട് നിക്കുന്നു കുരിപ്പ് പിടിച്ച്. ഇനി ഇറങ്ങുന്നത് കയറാൻ ഞാൻ പിടിച്ചിട്ട് പോകാൻ ചവിട്ടണം. ഞാൻ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. വെള്ളം ഊർന്നിറങ്ങുന്നുണ്ട്. അവിടെ കൊതയുണ്ട്. അപ്പോൾ നേരെ താഴെ കൊത വെച്ചിട്ടുണ്ട്. മാമ ചിരിച്ചാ ഞാൻ കിണറ്റിലെടുത്തിരും ഇങ്ങോട്ടല്ലോ. നിനക്ക് എന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. നീ കയറിയായിരുന്നു നേരെ. നമ്മളെ വലിയവരുണ്ടായിരുന്നു വീട്ടിലോ, എന്നിട്ടാണോ ഉണ്ടായിരുന്നത്? ഇത് എടുക്കും. ഇത് അപ്പു ഇറങ്ങുന്ന ആരുണ്ട്. എനിക്കിത് മതിയല്ലോ. അവിടെ കൊതയുണ്ട്. ചവിട്ടി അങ്ങ് ഇറങ്ങിക്കോ. ഉണ്ടോ? കൊത ചവിട്ടി അങ്ങനെ ഇറങ്ങി ഒന്നും പേടിക്കണ്ട. കല്യാണത്തെ കൂടെ തന്നെ 2 സൈഡിലും കൊത വെച്ചിട്ടുണ്ട്. അടുത്ത കാല് വെച്ചോ. ആ കാല് വെച്ചോട് തന്നെ അപ്പുറത്ത് കാല്. പൈപ്പിനപ്പുറത്തോടാ അങ്ങനെ. പിന്നെയാണ് നീ കയറി വേട്ടോ തിരിച്ച് മേലെ പരിപാടി ഇറങ്ങിയാകല്ലേ. നീ ഓക്കെ അല്ലേ? ഓണാക്കോ. നീ ഞാനിവിടെ വരാം. അവിടെ ആമ്മ എനിക്ക് എന്നെ ചെയ്യണ്ടെന്ന് അറിയത്തില്ല. ഇനി നിന്നെ കേട്ടാനോ? ഇവിടെ ഇവനെ എങ്ങനെ കേട്ടും? ഇത് അണ്ണാൻ കുഞ്ഞു ഫൂ ഫൂ ഫൂന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നു. പിന്നെ മാമനെ പരിചയം ഉണ്ടല്ലോ. സൂക്ഷിച്ചു മാമ. അപ്പൊ പിടിക്കടാ, കയ്യെത്താങ്ങടാ. അയ്യോണ്ടമ്മേ. ഹലോ, നല്ല അനുഭവം. എന്റെ ധൈര്യം എങ്ങനെയുണ്ട്? നീ പേടിച്ചോ? നല്ല രസമുണ്ട്. അപ്പൂച്ച കിണറ്റിനകത്ത് പോയി. കിണറ്റിനകത്ത് ഇറങ്ങിക്കുവാ. അയ്യോ, എന്നാ എടുക്കും ഇനി എന്നാ എടുക്കും? അപ്പൂച്ചയില്ലേ, നമ്മള് കണ്ടില്ല നേരത്തെ കിണറ്, നമ്മുടെ കിണറ്റില്ലേ, താഴെ ഇറങ്ങി ചച്ചിമാവനായിട്ട്. അയ്യോ അയ്യോ അയ്യോ, കട്ടുവായി പോയല്ലേ. നീ എന്നാ ചെയ്യും? ചച്ചി മാമ കേറ്റുമായിരിക്കും അപ്പൂച്ചേനെ. അപ്പും ചച്ചി മാമനെ കിണറ്റിനകത്താ. എന്നാ ചെയ്യും? ഒരക്കല്ല ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. പാപ്പല്ലേ ഇപ്പൊ കുടിച്ച് ഇനി വേണം. മോന്റെ പുതിയ കമ്മല് കാണിച്ചു. ഉണ്ടമ്മ മോന് മേടിച്ചെന്നെ കമ്മൽ എല്ലാരും കണ്ടില്ല. നല്ല കണ്ടില്ലല്ലോ. അമ്മ ഒന്ന് കാണിച്ചിട്ട് നോക്കട്ടെ. മോന്റെ 2 തുമ്പിനെ ഒന്ന് കാണിച്ചേ. തുമ്പി എന്തി ഇത് കൊണ്ട് തുമ്പിക്കകത്ത് കല്ല്. എച്ചിക്കുട്ടിന്റെ പുതിയ കമ്മൽ. അവിടെ കഥ പിന്നെ പീജാമ വാങ്ങിച്ചു കൊടുത്ത കമ്മലാ കിടക്കുന്നത് അല്ലേ? ചൂടോ? ആണോ? അവിടെ ചൂടാ, തൊടണ്ട. ആ, കഴിക്കാൻ തരട്ടെ? പെട്ടെന്ന് ചെയ്യണം. ഞങ്ങളുടെ കുഞ്ഞിന് ഞങ്ങള് പൂരി ഞങ്ങൾ ഇതൊക്കെ തിന്നാൻ പോവല്ലേ പെറ്റിക്കുട്ട?
കൊള്ളാം കൊള്ളാവോ? മുട്ട മിച്ചറാണോ എടുക്കുന്നേ? മുട്ട മിച്ചർ മിച്ചർ പറഞ്ഞേ. കൊള്ളാം. ആരാ വന്ന്? അപ്പു ഇപ്പൊ കേറി വരത്തില്ല. അപ്പുനെ ഇനി കേറ്റാൻ വേണ്ടി അമ്മ ഏണി എവിടുന്നെങ്കിലും ഒപ്പിക്കണം. അമ്മ താഴെ വീട്ടിൽ പോയി ഏണി ചോദിക്കട്ടെ. അച്ഛേ ഇത്രയും കട്ടച്ചളിയാണോ? മണ്ണാണോ? ഓ മണ്ണുണ്ടല്ലേ. ആ എല്ലാം ഉണ്ടല്ലേ. ഞാൻ നേരത്തെ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഇവർക്കാർക്കും അറിയില്ല. എന്തായിരുന്നു മണി? വെള്ളം കോരി തരമിച്ച കഴിയല്ലേ? അത് ശരിയാണ്. അന്നല്ലേ എക്കോ അടിച്ച് കേക്കാവോ? വലിക്കളയോ? ഇതാണ് നമ്മുടെ മെയിൻ ഉറവ് കേട്ടോ. അതായത് പാറ പൊട്ടിച്ചേക്കുന്ന ഏകദേശം വേണ്ട ഇവിടുന്നല്ലോ. ഇവിടുന്ന പാറ പൊട്ടിച്ച് ഇറങ്ങിയേക്കുന്നത് ആവില്ല വേണ്ട. ഇവിടുന്ന പാറ തുടങ്ങിയത് ഏകദേശം എന്റെ ഒരു ഹൈറ്റോളം വരും കേട്ടോ പാറ. നമുക്ക് മൊത്തം കഴുകിയെടുക്കാം. നമ്മുടെ കിണർ തേങ്ങൽ നല്ല ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ഇനി ഇവിടുന്ന് എങ്ങനെ മേളിലോട്ട് കയറും എന്താണ് ആലോചിക്കുന്നത്. ഏടിയുണ്ടോ? ആ ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ. പക്ഷേ ഒരു ടഫായിട്ടുള്ള കാര്യമാണിത്. കുറെ പണിക്കായിട്ട് ബുദ്ധിമുട്ടേ വേണ്ടല്ല. എനിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അറിഞ്ഞത് നന്നായി. അല്ല ഞാൻ ഈ ജോലി മാത്രമേ ചെയ്യാത്തുള്ളൂ. ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്നോടെ ബുദ്ധിമുട്ട് നമുക്ക് അറിയണമല്ലോ. അപ്പൊ നമുക്ക് വെള്ളം പടപടയെന്ന് പിന്നെ വരുന്നുണ്ട്. അത് തന്നെ ദൈവം വലിയൊരു ഭാഗ്യമാണ്. നമുക്കിവിടെ ഇങ്ങനെ അടിയിൽ ഉറവുണ്ട് കേട്ടോ. ഇപ്പൊ ഫുള്ള് മണ്ണാണ് ഇവിടെ. ഫുള്ള് നമ്മൾ ഓരോ കൊട്ടം കയറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാനിവിടെ കയറിയാൽ വലിച്ച് കയറ്റാൻ നടക്കുള്ളൂ. ചേട്ടൻ ഒറ്റയ്ക്ക് അവിടെ നിശ്ചയം ഞാൻ കേട്ടു. അന്ന് ഒരു കാര്യം ഏണി ഒപ്പിച്ച്. അല്ല ഞാനന്ന് കയറി നോക്കാം. തീർത്തിട്ടോ? അതല്ലേ ചേട്ടായിക്ക് വലിക്കാൻ പാടല്ലേ? ഞാൻ കയറുവാണെ പെട്ടെന്ന് വലിച്ചു കയറ്റാം. അതാ പറഞ്ഞേ. ആ എന്നെ തണുപ്പാ പറയും. ഭയങ്കര തണുപ്പാ. നല്ല തണുപ്പ്. ഇത് പ്രത്യേക അനുഭൂതി കേട്ടോ. അപ്പുറത്തന്നെ ഒരു തൂമ്പ ഒപ്പിക്കാം. അല്ലെ താഴത്തെ വീട്ടിൽ ചോദിച്ചാൽ മതി. ഇവിടെ അവിടെ കാണും. ഓരോന്നുണ്ടല്ലോ പണിയാറ്. അത് കിട്ടുവാണെങ്കിൽ നല്ലതാ. ഈ കൈയിട്ട് വാരുന്നതോടെ എളുപ്പമാണ്. ഇതന്നെ വെള്ളം കൈ നല്ലോണം വരുന്നുണ്ട് കേട്ടോ. വെള്ളം കയറുന്നുണ്ടോ? വിശ്വാസമായിട്ട് മഴവെള്ളമല്ല. നമുക്കൊരു സാധനം കാണാൻ അറിയില്ല. ഈ കിണറൊന്നും കേരളത്തിൽ എവിടെ വന്ന് കിണറ് കുഴിച്ച് തരുന്നതായിരിക്കും. അല്ല ഞാനല്ല. റേറ്റ് എത്രയാ? അല്ല ഒരു കോലില് അങ്ങനെയില്ലേ? നമ്പർ വേണമെന്ന് പറഞ്ഞോ. പണി വേണമെങ്കിൽ നിങ്ങളെ വിളിക്കുമല്ലോ, അത് മതി. ഡയറക്റ്റ് വിളിച്ചാൽ മതി. ഈ മണ്ണ കയറാൻ മതിയോ? ആദ്യം ഇറക്കിയില്ലേ? എരഞ്ഞാണത്തെ ഇറക്കിയിട്ടുണ്ട്. മനസ്സിലായ കിണർ തേകുന്നതിന്റെ ഗുണം തന്നെ. എരഞ്ഞാണത്തെ ഒത്തിരി ചെടി. ഇത് നമുക്ക് ശരിക്കും തൈര് വെച്ച് കഴിവുണ്ടായിരുന്നു. നമ്മളിപ്പോ തൈര് ഇപ്പം നമ്മൾ ഇനിയിപ്പോ പെരമണി ആയതുകൊണ്ട് പെട്ടെന്ന് വേണ്ടല്ലോ, എല്ലാം കഴിഞ്ഞിട്ട് മതി അല്ലേ?
ആരത്? ആ ഓടെ ഓടെ കേക്കാം കേക്കാം. വലിച്ചോടി കുഞ്ചൂസേ, വലിക്കടി കുഞ്ചുവേ. അയ്യോ കുഞ്ഞിനെ കാണത്തില്ല, എന്തോ ഒരു പോകമായ മാത്രം. ഇനി നാവി പോകുന്നതാണ് കേട്ടോ അത്. ആണോ ആണോ? അല്ല ഈ വെള്ളത്താൻ പാറയെന്നൊക്കെ പോകുന്നുണ്ട്. പാറയെന്നാ പോകുന്നത് കൂടുതലും. ഇതെന്തോ പാറയെന്ന് പോകുന്നുണ്ട് ആവി. കണ്ടില്ലേ, പഠിച്ചില്ലല്ലേ? ക്യാമറ എടുത്ത് നോക്കും. ഇത് മണ്ണക്കെട്ടാ, ഇത് നിക്കുന്ന കേട്ടല്ലേ. കോട്ട് 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 ബക്കറ്റിനകത്ത് ഇത് പറ്റത്തില്ല. മാമ മാറിക്ക്. ചെറുസില. ഓക്കെ. ഓ മൈ ഗോഡ്. നല്ല പാടാ. ദൈവമേ, എത്തിയെന്തോ ചേട്ടാ. ഇപ്പൊ കണ്ടിട്ട് ഡാഡി ഗിരിജ മറ്റേ ക്ലോസിന് നടക്കുന്നവരല്ല തീവ്രവാദികളാണ്. ഇടിച്ചിടിച്ചിറങ്ങുന്നുണ്ട്. അപ്പൊ എന്നറിയാമോ, നനഞ്ഞ് കുതിർന്നിരിക്കുക. ഇത് കൊള്ളാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഫ്ലോട്ട് കാണാൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നാണ് ഫ്രണ്ടേജ് മുഴുവൻ കാണാം. എന്ത് പറഞ്ഞിരിക്കായിരുന്നു എനിക്ക് റെസ്റ്റായി എത്തി. ഇവൻ കയറി കഴിഞ്ഞാൽ ഓക്കെ. മാമ പിന്നെ സിമ്പിളായിട്ട് കയറും. അല്ലെ നീ കയറി കഴിഞ്ഞാൽ ഓക്കെയാണ്. പതിയെ പതിയെ ഹോൾഡ് ചെയ്ത് കയറിയാൽ മതി. ഒറ്റ അടിക്ക് കയറാൻ നോക്കണ്ട. നിന്റെ ഫോൺ അവിടെ കിടക്കുവാ. അത് മാമൻ കയറ്റി വിടും. പതിയെ കയറിയാൽ കയറാൻ മുറുക്ക പിടിക്കേ, കയറാൻ മുറുക്ക പിടിക്കണേ. എന്റെ മാതാവേ, കൈ കയറ പിടി. എനിക്ക് വയ്യ. ഈ ചേട്ടാ പേടി എന്നെ പേടിപ്പെടുത്താതിരിക്കാൻ വേണ്ടിട്ടാ. ഓവർ കോൺഫിഡൻസ് വരും. മിണ്ടാതിരിക്കും നീ. എന്നെ എന്നാ അയ്യോ എന്റെ ദൈവമേ, ഇതൊന്ന് കേറി. ഞാൻ കയറിയ ചുമ്മാ ഒന്ന് കൈ പിടിച്ചേക്ക് കുഞ്ഞാ. ചേട്ടാ രക്ഷിക്കണം കേട്ടോ. കയ്യെ പിടിച്ച് കയറ്റി വേണ്ടി കശത്ത് എവിടെയെങ്കിലും പിടിച്ച് കയറ്റി. അവന്റെ കശത്ത് പിടിക്കില്ല, അവന് ഇക്കളുണ്ട് കേട്ടോ. അവന്റെ കശത്ത് പിടിക്കും. അയ്യോ ഇനി മേലെ ഇറങ്ങിയേക്കോ. നീ ഇങ്ങോട്ട് കേറ്. നീ ഇങ്ങോട്ട് ഇപ്പൊ തരാൻ നൽകി. എന്തൊരു സന്തോഷം. ശശി ലളിതമ്മോട് ഞങ്ങളൊന്ന് പറഞ്ഞാ പോരെ? പോവാ.
ഇല്ല ഫോണിൽ കാണുന്നു. എന്റെ ഇല്ല വായിച്ചു തരാം. എന്നെ വേട്ടൊന്നും വെക്കല. എന്റെ കാശൊന്നില്ല എന്നാ. ഓ നിങ്ങളുടെ ദൈവമാ കിണറെന്ന്. മാമ കിണർ വഴിക്കാനാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. അയ്യോ പണ്ട് മാമൻ കിണർ വരെ ഇനി കയറാൻ നോക്കിയിരിക്കുമായിരുന്നു. അവർക്ക് പൈസ കൊണ്ട് ഇനി ആര് അയച്ചു തരും? ചേട്ടായിക്ക് വെള്ളം കോരി കോരി പരിചയമുണ്ട്. പക്ഷെ ലാഡർ സൂക്ഷിച്ച് കളിക്കണേ. ഓ ഞാൻ കയറി പോകാൻ പോവാ. ലക്ഷ്മിന്റെ അടുത്ത് ഇരിക്കട്ടെ. ലാഡർ കൊടുക്കാൻ ഓർത്താണ്. അയ്യോ എന്റെ മാമന്റെ കണ്ണിൽ മണ്ണ് വീഴ്ത്തിയേ. അയ്യോ ശരി ഓക്കെ ബൈ. അറിയാം മോനെ ചോത്തേ എന്നെ ഇവിടെ എടുക്കുന്നേ. രണ്ട് സ്റ്റെപ്പ് കേട്ടെ. ഇതിനാണ് നിങ്ങളിപ്പോ വെള്ളം പോലും നമുക്ക് വേണമെങ്കിൽ വെള്ളം കോരാൻ കിണറ്റിൽ അരി മേടിക്കുന്ന കൂട്ടത്തിൽ വെള്ളം മേടിച്ച് അരി വെക്കാനുള്ള ഓപ്ഷൻ. പശയാണ് എന്തോട്ടാ പറയുന്നുണ്ട് ചച്ചിയോട്. നമുക്ക് കിണറ്റി കഴിക്കും കഴുകാം. ഇനി വേണോ ആവാ ഫോണിനകത്ത് കവറുണ്ട്. കവർ ഞാൻ വലിച്ചു കയറണോ? മാമ വേണേ അരയെ കെട്ടിക്കോ. ഞാൻ വലിച്ചു എന്റെ വേറെ മുറുകി വേന എടുക്കും. ഈ ശശി കൊള്ളാം കേട്ടോ. പണിക്കാരൻ തന്നെ കേട്ടോ. പണി അറിയാം. സൂക്ഷിച്ച് കാരണം എന്നെ മാതാവേ. മാമന്റെ നാക്ക് എനിക്ക് മനസ്സിലായി. ആ പൈപ്പിന്റെ അപ്പുറത്തും കാല് വെക്കുന്നുണ്ടോ? കരോട്ട് പോലും മയപ്പേക്ക് കിടക്കാൻ പിടിക്കാൻ വേണ്ടിട്ടോ. ബുദ്ധിയുണ്ട് കേട്ടോ. കുഞ്ഞവിടെ ഡങ്കിളിട് ഇതിട്ട് കാണുന്നു. തൊട്ട് പേസും അതിലും വരെ കാണാം. 50 മാമനൊന്ന് കെട്ടിയോ? നീ ഇനിയും കെട്ടാൻ നിൽക്കുന്ന. ഒന്നും അറിയാതെ ഏസിക്കാതെ അങ്ങ് സുഖിച്ചങ്ങിരിക്കുക. ഞാൻ അപ്പൂച്ച എന്തിനാ ചോദിച്ചേ? അപ്പൂച്ച ചച്ചി മാമൻ, അപ്പൂച്ച ചച്ചി മാമൻ. നിങ്ങളെ രണ്ടുപേരും മാത്രം കാണുന്നില്ല അവിടെ നോക്കിയിട്ട്. ആരെയാ ഒത്തിരി ഇഷ്ടം? അപ്പൂച്ച ഉഞ്ചുനെയാണോ ഒത്തിരി ഇഷ്ടം? അപ്പൂച്ച ഉഞ്ചു ആമി ചേച്ചി എന്നും കൂടെ പറയണം. അപ്പൂച്ച ഉഞ്ചു ആമി ചേച്ചി. ആരെയാ ഒത്തിരി ഇഷ്ടം? ഓ അപ്പൂച്ചൊന്ന് ഫിസിലടിച്ചു ആണല്ലേ. കൈ ഇവിടുന്ന് ഇറക്കി പിടിക്കുക. ആ ഇവിടെ പിടിക്കുക. ആ ഈ തുമ്പത്ത് പിടിക്കുക. ആ ഇവിടെ വെക്ക്. ആ ഒറ്റ ഊതു. അങ്ങനെയല്ലേ ഇങ്ങനെ. സൂപ്പർ. ചച്ചിമാമ വാന്ന് പറ, പോവാന്ന് പറ. പിടിക്ക്.
വീട്ടിൽ പോവാന്ന് പറ. എത്തി മാമ രാഹുലു മാമച്ചീന്ന് വിളിക്കും. രാഹുലു മാമച്ചീന്ന് വിളിച്ചു. അവിടെ പുതിയ കുട മേടിച്ചു, അതിന്റെ പരിപാടിയില്ല കേട്ടോ. ചേച്ചിക്കും ഉണ്ട് കുട. ചേച്ചിയുടെ കുട ഇനി മോനെ വെയിലാണ്. ഓ ചോദിച്ചിട്ടോ കേട്ടോ. ചേച്ചീനെ എവിടെ ആക്കിന്നറിയോ? നമ്മള് ചേട്ടാടി അവിടെ ആക്കി കേട്ടോ. അതായത് പൂത്താച്ചിനെ അടുത്താക്കി. അവിടെ അമ്മ അവിടെയാണ് ഇന്ന്. അപ്പൊ ആമി വീട്ടിൽ നിക്കത്തില്ല, അമ്മ ഇല്ലാതെ നിക്കത്തില്ല. അപ്പൊ അങ്ങോട്ട് ആമീനെ വിട്ടു കേട്ടോ രാവിലെ. എന്ത് അടുത്തോടാ. നമുക്ക് താഴെ ഇറങ്ങി കഴിയുമ്പോൾ നല്ല തണുപ്പ് കേട്ടോ. ആദ്യമായിട്ട് കിണറിന്റെ ഉറവ ഇങ്ങനെ അടുത്ത് പോയി കാണുന്നത്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എനിക്ക് കാണാനായിട്ട് ഇറങ്ങിയത്. നല്ല രസമാണ് ഉറവ് വരുന്ന കാണാൻ വേണ്ടി. അത് തണുത്തെന്ന് വെച്ചാൽ ഐസ് പോലത്തെ വെള്ളം പാറക്കിടക്കുന്നത്. നല്ല തണുത്ത വെള്ളം, നല്ല തണുപ്പാണ് താഴെ, ഏറ്റവും താഴെ. ആവി ഇങ്ങനെ പോകുന്നത് നമുക്ക് ലൈവായിട്ട് കാണാം. ചൂടല്ലേ, അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നു. നമ്മുടെ ശരീരത്തിലെ ആവി പൊങ്ങും ആ കൂട്ടത്തിൽ അവിടെ. നല്ല രസമുണ്ടായത് കേട്ടോ. അപ്പൊ കഴിഞ്ഞു, വിശക്കാനൊക്കെ തുടങ്ങി നന്നായിട്ട്. 4:10 ഇല്ല, സമയം പോകുന്ന അറിഞ്ഞില്ല, പെട്ടെന്ന് സമയം പോയത്. അതെ അതെ. അപ്പൊ എന്തായാലും ഇങ്ങനെയാണ് കേട്ടോ ഇപ്പൊ കിടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഓരോ കാര്യങ്ങൾ പയ്യെ ഇങ്ങനെ ചെയ്യണം. എന്താ